നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് സമാധാനം ഇല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? നമ്മെ വഴി നടത്തുന്നവനിൽ പരിപൂർണ വിശ്വാസം ഇല്ലാത്തതിനാൽ തന്നെ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരു വാഹനത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ നാം സുഖമായി ഉറങ്ങുന്നു. കാരണം നാം ഒരിക്കൽ പോലും കാണാത്ത ആ ഡ്രൈവറെ നാം വിശ്വസിക്കുന്നു. ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴും നാം നന്നായി ഉറങ്ങും. കാരണം അപരിചിതനായ ആ പൈലറ്റിനെ നാം വിശ്വസിക്കുന്നു. ഇങ്ങനെ അപരിചിതരായവരെ പോലും വിശ്വസിച്ച് നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാവുന്ന നമ്മുടെ രക്ഷകനെ നാം എന്തുകൊണ്ടാണ് അവിശ്വസിക്കുന്നത്? ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് എത്ര തവണയാണ് വചനം നമ്മോട് പറയുന്നത്? ദൈവം സർവ്വവ്യാപിയാണ്. ദൈവം നമ്മുടെ ചുറ്റുമുണ്ട്. ദൈവം കാണിച്ചു തരുന്ന വഴികളിൽ കൂടി സഞ്ചരിക്കാത്തതാണ് ജീവിതത്തിലെ സകല അസമാധാനങ്ങൾക്ക് കാരണം. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അയ്യോ, നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48 അധ്യായം 17-18 വചനങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. നദി പോലെ സമാധാനം ഒഴുകി വരണമെങ്കിൽ ദൈവ കൽപ്പനകൾ നാം പാലിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ സംരക്ഷണം ഉറപ്പു തരുന്നു. ദൈവം നമ്മുടെ ചുറ്റും നിന്ന് നമുക്കൊരു ശക്തമായ വേലി പണിയുന്നു. ഒരു മനുഷ്യനും ആ വേലിയെ തകർക്കുവാൻ സാധ്യമല്ല. എത്ര വലിയ കഷ്ടത്തിലും ദൈവം നമ്മെ ഉപേക്ഷിച്ച് പോകുകയില്ല എന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇത് നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30 അധ്യായം അതിന്റെ 20-21 വചനങ്ങൾ. ദൈവം നമ്മുടെ മുന്നിൽ നടന്ന് നമുക്ക് വഴി ഒരുക്കുന്നു. ദൈവം നമ്മുടെ പുറകെ നടന്ന് വഴി കാണിക്കുന്നു. ദൈവം നമ്മുടെ വലത് ഭാഗത്ത് ഉണ്ട്. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. 16 സങ്കീർത്തനം 8 വചനം. യോബിന്റെ പുസ്തകം 23 അധ്യായം അതിന്റെ 9 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. ദൈവം നമ്മുടെ മുകളിലുണ്ട്. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. 36 സങ്കീർത്തനം അതിന്റെ 7 വചനത്തിൽ നാം കാണുന്നു. ദൈവകരങ്ങളെക്കുറിച്ച് നാം നോക്കുമ്പോൾ ദൈവകരങ്ങൾ താഴെയുണ്ട്. പുരാതനനായ ദൈവത്തിന്റെ സങ്കേതം കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ആവർത്തന പുസ്തകം 33 അധ്യായം അതിന്റെ 27 വചനം. നാം ദൈവത്തിൽ വസിക്കുകയും ചലിക്കുകയും ചെയ്യുന്നു. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17 അധ്യായം അതിന്റെ 28 വചനം. ഏതു പ്രതിസന്ധികളിലും ഈ ദൈവ സാന്നിധ്യം ഓർക്കുക. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുതെന്ന് യേശു എല്ലാ സുവിശേഷങ്ങളിലും നമ്മോട് ആവർത്തിച്ച് പറയുന്നു. നാം വീഴുമ്പോൾ നിലം പരിചാകാതിരിപ്പാൻ തൻ്റെ ഉള്ളം കരങ്ങൾ നമ്മെ താങ്ങുന്നവൻ, നാം ക്ഷീണിച്ചു പോകുമ്പോൾ തളരാതിരിപ്പാൻ കരുത്തും ഓജസ്സും നൽകുന്നവൻ, രോഗങ്ങളും കഷ്ടതകളും വരുമ്പോൾ മാറോട് ചേർത്ത് പിടിക്കുന്നവൻ, നാം കണ്ണുനീർ തൂകുമ്പോൾ കണ്ണീരിനെ തുരുത്തിയിലാക്കി സൂക്ഷിക്കുന്നവൻ, നാം ഉറങ്ങുമ്പോൾ ഉറങ്ങാതെയും മയങ്ങാതെയും കാവലിരിക്കുന്നവൻ, യുദ്ധത്തിന് നമ്മുടെ കൈകളെ അഭ്യസിപ്പിക്കുന്നവൻ, ജീവിതത്തിൽ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെടുമ്പോൾ 4 യാമത്തിൽ കടന്നു വന്ന് കരം നൽകുന്നവൻ, നാം വിതുമ്പി വിതുമ്പി കരയുമ്പോൾ ഞാനില്ലേ നിന്റെ ചാരെ എന്ന് പറഞ്ഞ് കണ്ണീരിനെ തുടയ്ക്കുന്നവൻ. ഈ ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ ആകുലതകളും വ്യാകുലതകളും ഇനി എന്തിന്? ആ ദൈവത്തെ പരിപൂർണമായി നമുക്ക് വിശ്വസിക്കുകയും നമ്മുടെ മനസ്സ് ശാന്തമാകുകയും ചെയ്യാം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. അവൻ നിന്നോട് കൂടെയിരിക്കും. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ആവർത്തന പുസ്തകം 31 അധ്യായം അതിന്റെ 8 വചനം. ഫിലിപ്പിയ ലേഖനം 4 അധ്യായം അതിന്റെ 6-7 വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും
നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com